റെഡിയാണോ കുട്ട? യെസ് കുട്ട, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും എന്തിനാണ് നമ്മൾ ഫ്രാൻസ് ചൂസ് ചെയ്തതെന്നും എന്തിനാണ് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ, ഫ്രാൻസ് ഒരു നല്ല കൺട്രി ആണോ പഠിക്കാമെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ബാച്ചിലേഴ്സ്, ഞാൻ ജേർണലിസം ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മാനേജ്മെൻറ്റ് പ്ലസ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഇൻ പൽപ്പോ കോളേജ് എന്നായിരുന്നു എൻ്റെ കോളേജിൻ്റെ പേര്. അതിനുശേഷം ജേർണലിസം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടായതുകൊണ്ട് ഞാൻ ആദ്യം അയർലൻഡായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഞാൻ അയൽസും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സിറ്റിസൺഷിപ്പ് വേറെ ആയതുകൊണ്ട് അതൊരു ബാരിയറായിട്ട് വരും. അതുമല്ല ലാംഗ്വേജ് നമ്മൾ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് ഞാൻ ആദ്യം ഫ്രാൻസ് തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഒരു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞാൻ അത് വേണ്ട, അയർലൻഡ് നോക്കാമെന്ന് കരുതിയത്. പിന്നെ നമുക്ക് ജേർണലിസം വേറൊരു കൺട്രിയിൽ പോയി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ലാംഗ്വേജിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ സിറ്റിസൺഷിപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ഫ്രാൻസിലേക്ക് നോക്കി. എന്നിട്ടാണ് ഞാൻ പിന്നെ അറ്റ് ലാസ്റ്റ് മാസ്റ്റർ ഇൻ മാനേജ്മെൻറ്റ് കോഴ്സ് ചൂസ് ചെയ്തത്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ് ബാംഗ്ലൂരിലാണ് ചെയ്തത്. ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ബാച്ചിലേഴ്സ് ചെയ്തതിന് ശേഷം 1 ഇയർ ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ടാക്സ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ശരി മാസ്റ്റേഴ്സ് ചെയ്യാതെ ഞാൻ ഡിസിഷൻ എടുത്തത്. ഫസ്റ്റ് എൻ്റെ തീരുമാനം ജർമ്മനിയിലൊക്കെ പഠിക്കാമെന്നായിരുന്നു. ബിക്കോസ് എനിക്ക് ഫൈനാൻസ് ഫീൽഡിലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഫൈനാൻസ് നോക്കുമ്പം സിംഗപ്പൂർ, ജർമ്മനി എന്നുള്ള കൺട്രീസാണ് ബെറ്റർ സ്യൂട്ടഡ്. പക്ഷേ സിംഗപ്പൂരൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ആൻഡ് ജർമ്മനിയുടെ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള പ്രോസസ്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ബെറ്റർ ഓപ്ഷനായിട്ട് വരുന്നത് എനിക്ക് ഫ്രാൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഫ്രാൻസിലേക്ക് ഇവിടെ MIM പഠിക്കാൻ വന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ന്യോമ തന്നെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നേ? എടാ, നമ്മളിപ്പോൾ ഒരു എബ്രോഡ് സ്റ്റഡി ചൂസ് ചെയ്യുമ്പോൾ ധാരാളം നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടും ന്യോമ ചൂസ് ചെയ്യാൻ കാരണം ഇതിന് ട്രിപ്പിൾ അക്രഡിഷൻ ഉണ്ട്. അതുമല്ല വൺ ഓഫ് ഹയസ്റ്റ് റാങ്കിങ് പൊസിഷൻ ന്യോമയ്ക്കുണ്ട്. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ മെയിൻ റാങ്കിങ് സൈറ്റ്സ് നമ്മൾ നോക്കുന്നത് QS റാങ്കിങ് ആണ്. QS റാങ്കിങ് വന്ന് വേൾഡിൽ തന്നെ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്കിങ്സ് ചെയ്തതാണ് QS. അപ്പോൾ QSൽ നോക്കുമ്പം ന്യോമയ്ക്ക് 201 to 205 അകത്തുള്ള റാങ്കിങ് ഉണ്ട്. അതും MIM കോഴ്സ് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ടു ഡു MIM ആയിരുന്നു ന്യോമ. പിന്നെ ഫൈനാൻഷ്യൽ ടൈംസിൻ്റെ റാങ്കിങ് നോക്കിയപ്പോൾ 46th പൊസിഷൻ ആയിരുന്നു. അത് ഓവർ ദ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2021 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ MIM ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് MIMൽ മേജറും മൈനറും ചൂസ് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ MSc ആണ്, അതിലും മേജറും മൈനറും നമുക്ക് ചൂസ് ചെയ്യാം. ദ ബെസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പോസിബിൾ ആണ് ഇവിടെ. എന്താണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? എടാ, എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യോമയുടെ കേസിൽ ന്യോമയായിട്ട് ടൈപ്പ് ഉള്ള ഏത് കൺട്രിയിൽ വേണമെങ്കിലും നമ്മൾക്ക് പോയി നമ്മൾ ഒരു സെമസ്റ്റർ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് ഇവിടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ടൈമിൽ തന്നെ ഞങ്ങൾ ധാരാളം എക്സ്ചേഞ്ച് സ്റ്റുഡൻസിനെ കണ്ടു ഇന്ത്യയിൽ. അവർ ബേസിക്കലി MBA സ്റ്റുഡൻസിനാണ് ഞങ്ങൾ കണ്ടത്. അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു അതൊരു വൺ ഓഫ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇവിടുത്തെ. നമുക്ക് ധാരാളം വേറെ കൺട്രീസിലേക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാം. അവിടെ നമുക്ക് കുറേ കണക്ഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂറോപ്യൻ ഒരു എബ്രോഡ് സ്റ്റഡി ചെയ്യുന്ന നിലയിൽ നമുക്ക് ധാരാളം എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തുകൊണ്ട് നിങ്ങൾ ഫ്രാൻസ് ചൂസ് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾക്ക് എബ്രോഡ് വരണം, എബ്രോഡ് സ്റ്റഡി എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളും അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഇപ്പോൾ ഫ്രാൻസ് നല്ലതാണെന്ന് പറഞ്ഞ് ഒന്നും നോക്കാതെ ചാടിക്കയറി എല്ലാ കോളേജിലും അപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ കൊള്ളാത്ത കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, റാങ്കിങ് നോക്കുക, പിന്നെ ധാരാളം കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ട് ഒരു ബെസ്റ്റ് കോളേജസ് ചൂസ് ചെയ്യുക. സം എക്സാമ്പിൾ കെഡ്ജ്, സ്കീമ, ESCP, Business School, HSC, Paris. These are some best examples of business schools here. And പിന്നെ നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്
ഫ്രാൻസ് ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ അതർ യൂറോപ്യൻ കൺട്രീസ്. അതും നമുക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് എന്തുകൊണ്ട് നമ്മൾ ഫ്രാൻസ് ചൂസ് ചെയ്യുക എന്ന് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, എത്ര എക്സ്പെൻസ് ആവും നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എല്ലാം ഒരു വീഡിയോ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ ആകുമ്പോൾ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് തമ്മിലുള്ള റിലേഷൻസ് ഇപ്പം ഓവർ ദ ഇയേഴ്സ് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മളെ പ്രൈം മിനിസ്റ്ററും ഈയിടയ്ക്ക് തന്നെ ഫ്രാൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്റർ തന്നെ ബൈ 2030 ഓൾമോസ്റ്റ് മോർ ദാൻ 30,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യനെ വെൽക്കം ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസിലും അവർക്ക് ആൾക്കാരെ വേണ്ട പറഞ്ഞു വിടാൻ നോക്കുന്ന സ്ഥലത്ത് ഫ്രാൻസ് ആക്ച്വലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാണ്. സോ ആ ഒരു ആസ്പെക്ട് നിങ്ങൾ എന്തുകൊണ്ടും യൂസ് ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം, കോസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഫ്രാൻസിലേക്ക് വരാൻ ബ്ലോക്ക് അക്കൗണ്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതുപോലെ നമ്മൾ വേറൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എബ്രോഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവാണ്, അത് എന്ത് വന്നാലും നെഗറ്റീവാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഒരു ഗുഡ് ഡിസിഷൻ എടുക്കുക. ഇപ്പം നമ്മൾ മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ തന്നെ എവിടെ ചെയ്താലും, അത് നമ്മളെ നാട്ടിൽ ചെയ്താലും തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസോട് ചോദിച്ചാലും അവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതേപോലെ തന്നെ ഈ ഡിഫിക്കൽട്ടീസ് എബ്രോഡ് വരുമ്പോഴും കാണും. പക്ഷേ നമ്മളെല്ലാം ഓവർകം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ കൂട്ടുകാരുണ്ട്, എല്ലാവരും ആയിട്ട് ഒരുമിച്ച് നമുക്കെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. സോ നെഗറ്റീവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നമ്മളെ വീഡിയോ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.